ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. നമ്മളെ യൂണിറ്റ് ടോക്ക് 40 ആണല്ലേ ഇന്ന്. എന്നും ഞാൻ എങ്ങനെയല്ലേ ഇരിക്കല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ടാണ്. നിന്റെ വീട്ടിലല്ലേ, ഇപ്പൊ തന്നെ വീട്ടിൽ, അതുകൊണ്ടാണ് കേട്ടോ. അത് പ്രശ്നമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ചിലരുണ്ടാവില്ല എന്നും ഇങ്ങനെ അല്ലല്ലോ കാണല്ലേ എന്നില്ല ക്വസ്റ്റ്യനിൽ. ആരെങ്കിലും നമ്മളെ ടോപ്പിക് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ആരെയും ഇന്ന് വീഡിയോ മോഡിൽ കാണുന്നില്ലല്ലോ, എന്താ പറ്റി? പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിട്ടോ. കഴിഞ്ഞ ആഴ്ച തോന്നുന്നു എല്ലാവരും വീഡിയോ മോഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരിക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇവിടെ പറയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുക. സാറിനായാലും നിങ്ങളെ മുഖത്തിലെ ഇമോഷൻസ് ഒക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എന്തിനാണ് കേട്ടോ. ടോപ്പിക്സ് ആരെങ്കിലും നോക്കിയിരുന്നോ? ഇന്നത്തെ ടോപ്പിക് കർമാന്നില്ലാണ്. നമ്മൾ റീൽസിലായാലും സ്റ്റാറ്റസിലായാലും ഒക്കെ പറയുന്ന ഒരു സാധനമല്ലേ ഇത്. കർമ്മ ഈസ് ബാക്ക്, കർമ്മ ഈസ് ബാക്ക്. ഇത് പലപ്പോഴും എന്തിനാണ് പറയല്? നമ്മൾ ഒരാളെടുത്ത് നമുക്ക് നമ്മളോട് ആരെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് തിരിച്ചു കൊടുക്കുന്ന റിവെഞ്ച് പോലൊക്കെയാണ് പറയല്. കർമ്മ ഈസ് ബാക്ക്. എന്തെങ്കിലും ഇഷ്യൂലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. ശരിക്കും കർമ്മന്റെ അർത്ഥം എന്താ? നമ്മള് അന്ന് ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡു യു വാണ്ട് ടു നോ ദി റിയൽ മീനിങ് ഓഫ് കർമ്മ. അപ്പൊ ശരിക്കും കർമ്മ എന്ന പദത്തിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന് എന്തൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിലൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരും കേട്ടോ. അപ്പൊ വീഡിയോ മോഡിൽ പറ്റുന്നവരൊക്കെ വരിട്ടോ. ആരെയും കാണുന്നില്ല, മുർഷിനെയും മാസിൽ ചേറും ഞാനും മാത്രമേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ വരി, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ. അപ്പൊ നമുക്ക് അഫീൽ സാറിന്റെ സെഷൻ എടുക്കാൻ വെൽക്കം ചെയ്യാം അല്ലെ. സൂര മാം വന്നിട്ടുണ്ട്, താങ്ക് യു മാം. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. വെൽക്കം. താങ്ക് വെൽക്കം യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്നൊരു എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇവിടെ നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി വെച്ച് കുറച്ചു നേരം ഒന്ന് ഇവിടെ വന്നിരിക്കാൻ മനസ്സ് കാണിച്ചതിന് താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് മെൻഷൻ ചെയ്യും. കുറെ പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്, 20ഓളം ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളുടെ 40ാമത്തെ ആഴ്ചയാണ്. 40 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ യൂണിറ്റ് ടോക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒന്ന് മെൻഷൻ ചെയ്യോ താഴെ കമന്റിൽ. ആയിഷ കണ്ണൂർ, ഹിബ തസ്നി കാലിക്കറ്റ്, റഷ മലപ്പുറം, താങ്ക് യു. മുനവറ മലപ്പുറം. ഇത് നമ്മളുടെ കോച്ച് മുനവറ മാമാണോ? ഹയ നമുക്കറിയാം, നമ്മുടെ സ്റ്റുഡന്റ് മലപ്പുറം. ദേവകൃഷ്ണ തൃശ്ശൂർ, അസില എറണാകുളം. ഇത് നമ്മുടെ പ്രോഗ്രാമിന് വന്ന അസില മാമാണ്. യൂണിക്നെസ് ഫെസ്റ്റ് 3.0. അജറ റഷീദ് കോഴിക്കോട്, ജുംല മലപ്പുറം, ഹസ്ന ഹബീബ പാലക്കാട്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഏതായാലും താങ്ക് യു എവരി വൺ. ഒരുപാട് ആൾക്കാർ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മൈൻഡ് ഒന്ന് ഇവിടേക്ക് എത്തിക്കണമല്ലോ. പല തിരക്കിൻ്റെ ഇടയിൽ വന്നായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കഴിച്ചു വന്നവരുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം എന്തെങ്കിലും വീട്ടിലെ പല പ്രശ്നങ്ങളിലും വിട്ട് ചൂടാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ടാവും, നല്ല സന്തോഷത്തിന് വരുന്നവരുണ്ടാവും. പല പല ഇമോഷണൽ സ്റ്റേറ്റിലുള്ള ആളുകളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുമ്പോഴുള്ള ഒരു മെഡിറ്റേഷൻ അല്ലെ, കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു മെഡിറ്റേഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കട്ടോ. ഒന്ന് റിലാക്സ് ആവാലോ എന്നുള്ള രീതിയിൽ ഇരിക്കട്ടോ. ഒരു ഡിസ്ട്രാക്ട് കഴിയുന്നതും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് മാറി സൗണ്ട് കുറച്ച് കുറവുള്ള സ്ഥലത്തേക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ, സൗണ്ട് ഇല്ലാത്തോടത്ത് ഇരിക്കാൻ പറ്റും, അത്രയും നന്ന്. അപ്പൊ ഒന്ന് ഇടത് കൈക്ക് ഉള്ളിൽ വലത് കൈ ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുന്നത്, ബോഡി ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കട്ടോ. എവിടെ ഇരിക്കുമ്പോഴാണോ ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്നത് അവിടേക്ക് ഇരിക്കാം. ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യട്ടെ.
കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും സ്വസ്ഥമായ ഒരു അവസ്ഥയിലിരിക്കാവുന്നതാണ്. ഒരു പൂർണ്ണ റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ്. നിങ്ങളിപ്പോൾ മനസ്സിന്റെ അഗാധതയിലേക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ദീർഘശ്വാസം എടുത്ത് വിടാവുന്നതാണ്. ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. Breathe in, hold on, and breathe out. ഓരോ തവണയും ശ്വാസം ഉള്ളോട്ടെടുക്കുന്നത് ിലൂടെയും പുറത്തേക്ക് വിടുന്നത് വായിലൂടെയുമാണെന്ന് ഉറപ്പുവരുത്തും. Breathe in, hold on, and breathe out. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ഹീലിംഗ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ എനർജി സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശമായി നിങ്ങളുടെ ശരീരത്തിലാകെ പടർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാവിധ നന്മകളും നിങ്ങൾക്കുള്ളിലേക്ക് കടക്കും. നല്ല ചിന്തകൾ, നല്ല സങ്കല്പങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ എല്ലാം നിങ്ങൾക്കുള്ളിലേക്ക് കടക്കുകയാണ്. മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആനന്ദം നുകരാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രോഗമോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്വർണപ്രകാശം ആവരണം ചെയ്ത് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി അനുഭവപ്പെടും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ
നിങ്ങൾക്കുള്ളിലെ എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വികാരങ്ങളും പുറത്തേക്ക് പോകുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ഉന്മേഷവും ഊർജവും നിങ്ങളുടെ ശരീരമാകെ പടരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾക്കുള്ളിലെ ദേഷ്യവും വെറുപ്പും സങ്കടവും എല്ലാം ഒരു കറുത്ത പുകയായി നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തേക്ക് വന്ന് തറയിൽ പതിക്കുന്നതായി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഈ പ്രോസസ് നടക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ യുവത്വവും പ്രസരിപ്പും വല്ലാതെ വർദ്ധിക്കുന്നു. സ്വർണപ്രകാശം കോശങ്ങളിലൂടെ സഞ്ചരിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾ അറിയും. ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ കാണുന്നുണ്ട്. ആ വലയം എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ കുറ്റബോധങ്ങളും നഷ്ടചിന്തകളും ദുഃഖം തരുന്ന എല്ലാ ഓർമ്മകളും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് വന്ന് അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾ കാണാം. ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കും. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നത് മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫോർഗീവ്നെസ് കൊണ്ടുവരിക. എല്ലാത്തിനോടും എല്ലാവരോടും പൂർണ്ണമായും ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും എല്ലാവരെയും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കും. നിങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് അനന്തമായ നന്ദി കൊണ്ടുവരിക.
നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാത്തിനും അതുപോലെ നിങ്ങളോടും അഗാധമായ നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾക്കുള്ളിൽ നന്ദി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അടുത്തതായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടുവരിക. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ അനുഭവപ്പെടും. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കും. എല്ലാവരും തിരിച്ചു വന്നോ? അതിനിടയിൽ ഒന്ന് കട്ടായി പോയി തോന്നുന്നു അല്ലേ? ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കായിരുന്നു. ഇന്ന് ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ ഒന്ന് അറിയേണ്ടതുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് നമുക്കൊരു ഡിസ്കഷൻ പാനൽ പോലെയാണ് ഈ ഒരു സെഷൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരുമോ? പോസിബിൾ പ്ലീസ്. ഓക്കെ. എനിക്ക് ഇന്നിപ്പോ നമ്മള് ചെറിയൊരു മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആയിരുന്നു ചെയ്തത്. ഇടയിൽ ചെറിയ ഒരു കട്ടായി പോയി, നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ടോപ്പിക്ക് കർമ്മ എന്നുള്ളതായിരുന്നു. അപ്പൊ പൊതുവെ കർമ്മ എന്ന് കേൾക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും മൈൻഡിലേക്ക് വരുന്ന തോട്ട് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കർമ്മ എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണ് ആദ്യം മനസ്സിലേക്ക് വരാറ്? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരിട്ടോ. 31 ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊന്ന് വീഡിയോ മോഡിലൊക്കെ വന്നാൽ നമുക്ക് കണ്ട് സംസാരിക്കാൻ ഒരു കണക്ഷൻ കിട്ടിയിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റും?
ഇങ്ങണ്ടാക്കി ഇത് ഇത് മ്യൂട്ട് ചെയ്ത് മുടിഞ്ഞോ? അപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റുമോ? ആർക്കും കർമ്മനെ പറ്റി ഒന്നും പറയാനില്ല. ഓക്കെ, ഏതായാലും ആരും പറയുന്നില്ല, ഞാൻ തന്നെ പറയാം. ഓക്കെ, കർമ്മ നമ്മൾ പൊതുവെ ആരോ പറയുന്നുണ്ടോ? ആരോ ഒന്ന് പറയാൻ വന്നിരുന്നല്ലോ. ഫാസിൽ സർ എന്തോ പറയാൻ വന്നെന്ന് തോന്നുന്നു. അത് സംഭവിക്കുന്ന വിശ്വസിക്കാം അല്ലെ? എങ്ങനെ? അത് സംഭവിക്കുന്ന വിശ്വസിക്കാം അല്ലെ? സംഭവിക്കുന്ന വിശ്വസിക്കാനല്ലേ? സംഭവിക്കുന്ന വിശ്വസിക്കാനല്ലേ? സംഭവിക്കുന്നു വിശ്വസിക്കാനുള്ള മീൻസ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ എന്തെങ്കിലും നമ്മൾ ആരോടെങ്കിലും തെറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയാണ്. അതിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞത് വോയിസ് ക്ലിയർ ആയിട്ടില്ല. അപ്പം ശരിക്കും കർമ്മ എന്ന് പറയുന്ന സമയത്ത് പൊതുവെ നമ്മളിൽ അധികം ആളുകളും മൈൻഡിലേക്ക് എടുക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ആരോടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു സംഭവം ആണല്ലോ നമ്മളെല്ലാവരുടെയും മൈൻഡിലുള്ള ഒരു തോട്ടാണത്. വാട്ട് എവർ നമ്മളിപ്പം ലോ ഓഫ് ആക്ഷൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളൊരു സംഭവം നമ്മൾ ലോ ഓഫ് ആക്ഷനെ കുറിച്ച് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ കർമ്മ ആണെങ്കിലും നമ്മൾ നെഗറ്റീവ് കാര്യം മാത്രമാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, നമ്മളുടെ ഓരോരുത്തരുടെയും മൈൻഡിലേക്ക് സേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മോശമായിട്ടുള്ളത് തിരിച്ചു വരും. ഇതേപോലെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ കർമ്മക്ക് ഉണ്ട് എന്നുള്ളത്. ശരിക്ക് കർമ്മന്റെ വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിലേക്ക് കിടക്കാം. അപ്പോ ഒരു പോസിറ്റീവ് സൈഡും കൂടെ അതിനുണ്ട് എന്നുള്ളത് പൊതുവെ നമ്മൾ എന്താണ് മനസ്സിലാക്കാറില്ല അധികം ആളുകളും. കർമ്മ എന്ന് പറഞ്ഞ വാക്കിന് ശരിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഇവിടെ ആയിരിക്കും, ചിലപ്പം ഹിയർ ആഫ്റ്ററിലായിരിക്കും, അത് തിരിച്ചു വരും എന്നുള്ളൊരു തോട്ടുണ്ട് നമ്മളുടെ വിഷപ്പം. പല റിലീജിയനും ഈ കർമ്മയെ പല രീതിയിലാണ് അനലൈസ് കാണുന്നത്. ഞാനത് പറയാൻ കാരണം കർമ്മ എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ഇപ്പം ഇസ്ലാമിക് റിലീജിയൻ പ്രകാരം പറയുകയാണെങ്കിൽ അതിന്റെ പേര് ഖിഫാറ എന്നാണ്. കർമ്മ എന്ന് പറഞ്ഞൊരു വാക്കില്ല. അത് ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് അറിയാതെ ചെയ്തു പോയാൽ നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇവിടുന്ന് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസമാണ് ശരിക്കും കർമ്മ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് അതിന് ഒരു ഉറപ്പും ശരിക്കും പറയാൻ പറ്റൂല. നമ്മളുടെ വിശ്വാസപ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ തിരിച്ചു കിട്ടിക്കോളുന്ന ഒരു നിർബന്ധവുമില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ ദൈവത്തിലാണ് അതിന്റെ കൺട്രോൾ കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെയും റിസൾട്ട് നിർബന്ധമായിട്ട് കിട്ടിക്കോളുന്ന ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റൂല. കാരണം എന്താണ്? റിസൾട്ട് എല്ലാ സമയത്തും റിസൾട്ട് നമ്മളുടെ സൃഷ്ടാവിൽ നിന്ന് മാത്രമാണ് ഉള്ളത് എന്നൊരു തോട്ട് എല്ലാവരുടെ മൈൻഡിലും വേണം. ഞാൻ ഇത് പറയാൻ കാരണം എന്താ അറിയോ, ആരെങ്കിലും എന്തെങ്കിലും അധികം ആളുകളും ഇപ്പം ഹീലിംഗ് അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ വരാറ് അവരുടെ മൈൻഡിൽ പല തെറ്റുകൾ അവര് തന്നെ പല തെറ്റുകളിലേക്കും ലൈഫിൽ കടന്നു പോയിട്ട് ആ റിഗ്രറ്റ് കൊണ്ട് മുന്നോട്ടുള്ള പല കാര്യങ്ങളിലും ബ്ലോക്ക് വരിക. ഒരു കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ, പല രീതിയിലും മാനസികമായിട്ട് തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവര് അവരോട് ചെയ്ത തെറ്റുകളെ പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, ചിലപ്പോൾ ചതിച്ചതായിരിക്കാം, എന്തെങ്കിലും രീതിയിലുള്ള ഹേർട്ട്, ഇപ്പം അഫെയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തിയതായിക്കോട്ടെ, അത് ചില ആളുകൾക്ക് ആ ഒരു റിഗ്രറ്റ് കൊണ്ട് ഞാനത് ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ, ഇനിയിപ്പോ ഞാനിപ്പം എന്തായാലും എനിക്കത്
ഇപ്പൊ കർമ്മയിൽ 100% വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാ വിചാരിക്കുക, എന്തായാലും ആ ഒരു ഞാൻ ചെയ്ത തെറ്റിനുള്ള ഒരു ശിക്ഷ എനിക്ക് ഇവിടെ തന്നെ കിട്ടും എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ മൈൻഡിലേക്ക് എടുക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ ആ റഹ്മാൻ റഹീം എന്ന് പഠിക്കാറില്ലേ, പരമകാരുണികനും കരുണാനിധി എന്ന് പറയുന്ന സമയത്ത് എന്ത് തന്നെ തെറ്റുകൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, അറിയക്കൊള്ളായിരിക്കും ചിലപ്പോൾ ചെയ്തത്, അറിയാതെ ആയിരിക്കാം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നമ്മള് റിപ്പൻറ്റൻസ് അല്ലെ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അത്രയും ഡെപ്തിൽ, അതാണല്ലോ ഈ തൗബ അല്ലെങ്കിൽ ഡീപ്പർ സെൻസ് ഓഫ് ഫോർഗീവ്നെസിന്റെ ഒക്കെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ ആ ഒരു തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോർഗീവ്നെസ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ചെയ്ത തെറ്റിനുള്ള റിട്ടേൺ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശിക്ഷ കിട്ടിക്കോളുന്നത് പോലും ഇല്ല. ഇവിടെയും കിട്ടിക്കോളുന്നില്ല, അവിടെയും കിട്ടിക്കോളുന്നില്ല. അപ്പൊ എല്ലാവരും നമ്മൾ പൊതുവേ കർമ്മ എന്ന് പറഞ്ഞ വാക്കുകൊണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് എന്ത് ചെയ്താലും അത് തിരിച്ചു കിട്ടും എന്നുള്ള സംഭവമാണ്. അത് തിരിച്ചു കിട്ടും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഡിസിഷൻ മേക്കർ വേറെ ഉണ്ട് എന്നുള്ളത് ഒന്ന് മൈൻഡിലേക്ക് എടുക്കുക. അത് ജസ്റ്റ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കൂടെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോയത്. അപ്പൊ കർമ്മ എന്നുള്ള വാക്കല്ല, ഖിഫാറ എന്ന് പറഞ്ഞ വാക്കാണ് ശരിക്കും നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ മറ്റുള്ളവരെ നമ്മളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അവന് കിട്ടിക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്കുക എന്ന് പറയല്ലോ, ഒരാളോട് ഓന് അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾക്ക് അതിന്റെ എഫക്റ്റ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നമ്മളുടെ സൃഷ്ടാവ്, നമ്മളുടെ പടച്ചോൻ, നമ്മുടെ ദൈവം നമുക്ക് പുറത്തു തരാൻ റെഡിയാണ്. എന്ത് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും പുറത്തു തരാൻ റെഡി ആയിട്ടുള്ള ഒരു പടച്ചോന് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും നമ്മളോട് ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് പുറത്തു കൊടുക്കൂല എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ശരിക്കും പടച്ചോനെക്കാട്ടും മുകളിലായി പോയില്ലേ. പടച്ചോൻ എന്ത് ചെയ്താലും ഞാൻ പുറത്തു തരാം നിനക്ക് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് നമ്മളത് പുറത്തു കൊടുക്കൂല, നമ്മളെ മൈൻഡിൽ കണ്ടാമിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ കറയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞ ഈഗോ, കിബിർ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോ എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക, നമ്മൾ വെറുതെ ആരോടെങ്കിലും പലരും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്തും എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് ഇപ്പൊ റിലേഷൻഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. ചിലപ്പം കല്യാണം കഴിഞ്ഞവരായിരിക്കാം, കല്യാണം കഴിയുന്നതിന് മുന്നായിരിക്കാം, പല ഹേർട്ട് ചെയ്തിട്ടുണ്ടായേക്കാം. തേച്ചു പോവാന്നൊക്കെ ഒരു ടേം ആയിട്ട് പറയാന്നല്ലാതെ അത് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ പരിഗണന എന്ന് പറഞ്ഞ സംഭവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് അതങ്ങ് ഒഴിഞ്ഞു പോവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മൾ അവരെ തേച്ചു പോയി എന്നൊക്കെ പറയുന്നത് ഇന്റൻഷനലി നല്ല ഹൃദയത്തോടു കൂടി സ്നേഹിച്ച ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും അതായിട്ട് വിടാൻ കഴിയൂല. 1, 2, 3 വർഷം. ചില ആളുകൾ ജീവിതകാലം മൊത്തം ഈ ഡ്രഗിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. പിന്നെ മൊത്തത്തിൽ ഉള്ള ജോലി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ശരിക്ക് മനുഷ്യന്മാരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്നേഹത്തിന് നമ്മളുടെ ലൈഫിലേക്ക് ഒരു മനുഷ്യന്റെ സ്നേഹം നമുക്ക് ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് സമാധാനം കിട്ടൂ, സന്തോഷം കിട്ടൂ എന്നുള്ളൊരു തോട്ട് നമ്മൾ ലൈഫിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ, മനുഷ്യന്മാർ ഏത് നിമിഷത്തിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാവുന്നതാണ്. ഇപ്പൊ നമ്മളടക്കമുള്ള മനുഷ്യന്മാര് ഏത് നിമിഷം, ഈ നിമിഷം 8:49 എന്ന് പറഞ്ഞ മിനിറ്റ് എനിക്കുണ്ട്, 8:50 എന്ന് പറഞ്ഞ മിനിറ്റ് എനിക്കുണ്ടോ എന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പൊ എന്നെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്ന സമയം ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഡിപ്പെൻഡൻസി വേണ്ട, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇമോഷണലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്നുള്ള തോട്ടോട് കൂടി ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ, നമ്മൾക്കറിയാം ഒന്നും നമ്മളതല്ല. നത്തിങ്നെസ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. നത്തിങ്നെസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഒരുപാട് സ്വത്തും ഭയങ്കര ഫേമസും ഭയങ്കര പൈസയും കാര്യങ്ങളും എഡ്യൂക്കേഷനും വലിയ ഫാമിലിയും കുറെ മക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നത്തിങ്നെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക്
അവരൊന്നും അല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും മൈൻഡിൽ. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, അവരുടെ മൈൻഡിൽ എന്താ ഉണ്ടാവാറ്, ഈ മൊത്തം ഈ ഫുള്ള് യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതാന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായേക്കാം, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായേക്കാം. എങ്ങനെ നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ഒറ്റൊരു ഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ആണ്. ഒരു സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന മറ്റുള്ള മാർസ്, സാറ്റേൺ, അല്ലെങ്കിൽ എന്താ ചൊവ്വ, ബുധൻ എന്നൊക്കെ പറയുന്ന ഓരോ ഗ്രഹങ്ങളുണ്ടല്ലോ, അതിനെ പോലുള്ള ഒരു ഗ്രഹമാണ് നമ്മളുടെ ഭൂമി. ആ ഭൂമിയിലെ 800 കോടി ജനങ്ങളിൽ ഒരു മനുഷ്യൻ മാത്രമാണ് നമ്മൾ. അതേപോലെ തന്നെ ആ സോളാർ സിസ്റ്റത്തിന്റെ പുറത്ത് ഒരുപാട് സോളാർ സിസ്റ്റംസ് ഉള്ള ഗാലക്സി ഉണ്ട്, ഒരുപാട് ഗാലക്സീസ് ഉള്ള മിൽക്കി വേ ഉണ്ട്. ആ രീതിയിൽ ഒരു യൂണിവേഴ്സിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് എണ്ണിയാൽ തീരാത്തത്ര ഗാലക്സികൾ ഈ യൂണിവേഴ്സിന്റെ ഉള്ളിലുണ്ട്. അത്രയും വലിയ യൂണിവേഴ്സിന്റെ ഉള്ളിലെ ചെറിയൊരു സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലെ ചെറിയൊരു ഭൂമിയിലെ ഒരു പൊടി പോലത്തെ മനുഷ്യന്മാരാണ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ അങ്ങ് അലിഞ്ഞു പോകും. നമ്മൾ വെറും ഒരു പൊടി പോലെ ഉള്ളൂ. നമുക്ക് തോന്നും നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത മനുഷ്യന്മാരാണ്, എന്താണ് ഇവിടെ ഒരുപാട് അത്യാവശ്യം പൈസ ഉണ്ട് കയ്യിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫേമസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അങ്ങനെ എന്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു നത്തിങ്നെസ് എന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നറിയോ, നമ്മൾ വെറും പൂജ്യരാണ്. നമ്മൾക്ക് ഇവിടെ ഒന്നും ബിലോങ് ചെയ്യുന്നില്ല. നമ്മളുടെ ഭാര്യ ആയിക്കോട്ടെ, നമ്മളുടെ മക്കളായിക്കോട്ടെ, അതൊന്നും നമ്മളുടേതല്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. കാരണം എന്താ, അതൊന്നും നമ്മൾ ഇന്റൻഷനലി നമ്മളുടെ തീരുമാനങ്ങൾ കൊണ്ട് വന്ന ആൾക്കാരല്ല നമ്മളുടെ ലൈഫിലേക്ക്. ഇപ്പൊ നമ്മളുടെ മക്കളെ കാര്യം എടുത്തു നോക്കും, മക്കളുള്ള ആളുകളാണെങ്കിൽ മക്കളുടെ കാര്യം എടുത്തു നോക്കിയാലും അവരായിരുന്നു നമ്മളുടെ ലൈഫിലേക്ക് വരാൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നോ? ആർക്കെങ്കിലും അറിയായിരുന്നോ? അതൊക്കെ ഒരു ഡിവൈൻ ആയിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാത്രം ഒരു അച്ഛനും അമ്മയും നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എന്താണ്, ഫുൾ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ആർക്കല്ല, പാരൻസിന് മാത്രമല്ല വരുന്നത്, അതിന്റെ മുകളിലുള്ളൊരു ഡിവൈൻ ഫോഴ്സിൽ അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആ പാരൻസിന്റെ കഴിവുകൊണ്ട് മാത്രമല്ല ആ കുട്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണം കിട്ടണമെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കിട്ടണമെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യം എവിടുന്നാ കിട്ടുന്നത്? നമ്മളിപ്പോ കർമ്മയെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയെങ്കിൽ പോലും നമ്മളിപ്പോ യൂണിവേഴ്സിൽ എത്തി, ഏതൊക്കെയോ നാട്ടിലൊക്കെ പോയി സോളാർ സിസ്റ്റത്തിലൊക്കെ പോയി തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഞാൻ പാതി ദൈവം പാതി എന്നുള്ള സംഭവം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു തോട്ടിൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റിസൾട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റൂല. റിസൾട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും സക്സസ്ഫുൾ ആവോ എന്നുള്ളത് ഡിസിഷൻ ഈസ് ഫ്രം ദി ഗോഡ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ആ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, നമ്മളുടെ ഞാൻ പാതി ദൈവം പാതിയിലെ ഞാൻ പാതിയിലെ 100% ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് നമുക്ക് ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിൽ 4 കാര്യങ്ങളാണ് നമ്മളുടെ കർമ്മയെ അല്ലെ ഹിഫാറയെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് നമ്മളുടെ ചിന്തകളാണ്. ഏത് സമയത്തും നമ്മൾ ഇപ്പം ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ചിന്ത എവിടെ ഉണ്ടാവാറ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. പ്രാർത്ഥിക്കാൻ ഇപ്പം നമ്മൾ പ്രാർത്ഥന, ഇപ്പം നിസ്കാരം എന്ന് പറയുകയാണെങ്കിൽ, നിസ്കാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ കയ്യൊക്കെ കെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തും ചിന്തകൾ എവിടേക്കോ കരിയില പോകുന്നുണ്ടാവുക. അധികം ആളുകളുടെ നമുക്ക് ഒരിക്കലും ടോട്ടലി ആരുടെ മുന്നിലാണോ നിൽക്കുന്നത് ആ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത്, ഭക്ഷണത്തിന് അടുത്ത നേരം ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴാ വരിക, അല്ലെങ്കിൽ ഭാര്യ എപ്പോഴാ ജോലിയിൽ നിന്ന് വരിക, അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾ നമ്മളെ ചിന്തകളിൽ ഉണ്ടാവുക. അപ്പോ നേക്കഡ് ട്രൂത്ത്. അപ്പോ ഇതേപോലെ തന്നെ
നമ്മളുടെ ചിന്തകൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാത്ത സമയത്തും നമ്മളുടെ ചിന്തകൾ, ഒരു മനുഷ്യൻ ഏകദേശം ഒരു ദിവസം 60,000-ഓളം ചിന്തകളും 60,000-ഓളം ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഡിസിഷൻസ് എടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എപ്പോൾ എണീക്കണം, എപ്പം ഞാൻ പല്ല് തേക്കണം, അല്ലെങ്കിൽ കുളിക്കണം, അല്ലെ ചെറിയ കാര്യം. ഇപ്പൊ ഞാനിപ്പോ ഈ പെണ്ണ് ഇങ്ങനെ പിടിക്കണോ ഇങ്ങനെ പിടിക്കണോ, അങ്ങനെ തുടങ്ങി അവർ കുറെ ഇതൊക്കെ ചെറിയ ഡിസിഷൻസ് ആണല്ലോ നമ്മളുടെ മൈൻഡിൽ ഓരോ സമയത്തായിട്ട് നമ്മൾ എടുക്കണ ചെറിയ ചെറിയ. ഇപ്പൊ ഈ സൂം മീറ്റിങ്ങിൽ കയറണോ അല്ലെങ്കിൽ നിൽക്കണോ പോണോ എന്നുള്ള പല രീതിയിലുള്ള തോട്ടുകളുണ്ടാവും. അപ്പൊ നമ്മളുടെ മൈൻഡിൽ ഏകദേശം 60,000-ഓളം ചിന്തകളിൽ 80 ഇപ്പൊ മൈൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സെൽഫ് ആയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ചിന്തകളെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ 80% നെഗറ്റീവ് തോട്ടുകളാണ് വരിക. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. സെൽഫിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കുറച്ച് ബുക്ക് എടുത്ത് വായിച്ചാലോ, അല്ലെങ്കിൽ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്താലോ, അപ്പൊ പറയും കുറച്ചുകൂടി വേണ്ടി ചെയ്യാം, കുഴപ്പമില്ല സമയം ഉണ്ടല്ലോ, കുറച്ചും കൂടി ഫോൺ നോക്കിയോ എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആ ഒരു ദിവസം ഫുള്ള് പോക്കുന്ന രീതിയിലൊക്കെ ചില സമയത്ത് നടക്കാറുണ്ട്. അപ്പോ ചിന്തകൾ എന്ത് ചെയ്യുക, ചിന്തകൾ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ മറ്റുള്ള മനുഷ്യന്മാരെ കുറിച്ചായിക്കോട്ടെ, നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മളെ കാണാനുള്ള ലുക്സിനെ കുറിച്ചായിക്കോട്ടെ, നമ്മളുടെ കഴിവുകളെ കുറിച്ചായിക്കോട്ടെ, അത് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കും മാക്സിമം. അതേപോലെയുള്ള അടുത്തൊരു കാര്യമാണ് ഇന്റൻഷൻസ്. നമ്മളിപ്പോ നമ്മളുടെ കർമ്മ അല്ലെങ്കിൽ ഹിഫാറ റെഡിയാക്കി എടുക്കാനുള്ള 4 കാര്യങ്ങളാണ് പറയുന്നത്. 1 തോട്ട്സ് ആണ്, 2 ഇന്റൻഷൻസ് ആണ്, 3 വേർഡ്സ് ആണ്, 4 ആക്ഷൻസ് ആണ്. അപ്പൊ അതിൽ രണ്ടാമത്തെ പറയും ഇന്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് നീയത്ത് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയല്ലോ. ഉദ്ദേശം എന്ന് പറയല്ലോ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അത് ഒരിക്കലും എന്താവരുത്, മറ്റുള്ള മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ നീയത്ത് വെക്കുന്നതിന് പകരം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പൊ മക്കളെ നോക്കുന്ന കാര്യമായിക്കോട്ടെ, നമ്മളിപ്പോ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും എനിക്ക് എൻ്റെ ഗോഡിന്റെ അടുത്ത്, എൻ്റെ സൃഷ്ടാവിന്റെ അടുത്ത് എനിക്ക് എന്ത് കിട്ടണം, ആ സൃഷ്ടാവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ, മരണത്തിന് ശേഷമുള്ള ഒരു കാര്യം കൂടെ നമ്മളുടെ മൈൻഡിലേക്ക് എപ്പോഴും വരും. അപ്പൊ അതേപോലെ തന്നെയാണ് വാക്കുകൾ. എങ്ങനെ കഴിയുന്നിടത്തോളം നമ്മളെ പറ്റി ഇപ്പോ എനിക്ക് ആ കഴിവൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് കാണാനും വലിയ പറ്റൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള രീതിയിൽ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. എവറി ഡേ ആൻഡ് എവറി വേ ഐ എം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ അഫർമേഷൻസ് ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സെൽഫിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് ആക്ഷൻസ്. ആക്ഷൻസ് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ലൈഫിലേക്ക്, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ ലോ ഓഫ് ആക്ഷനിൽ പഠിക്കുന്ന പോലെ തന്നെ, നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോബിലിറ്റി കൂടുതലാണ് സെയിം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ റിട്ടേൺ വരിക, ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ടും ആയിരിക്കും വരിക. എങ്ങനെ, ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി വിചാരിക്കും, നമ്മളോട് വെറുതെ ദേഷ്യം പിടിക്കുക, നമ്മൾ കാര്യമായിട്ടൊന്നും വലിയ തെറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോ അവര് ദേഷ്യം പിടിക്കുന്നത് അവരുടെ ഒരു കർമ്മമാണ്. ദാറ്റ് മീൻസ് അവരുടെ ഒരു ആക്ഷൻ ആണ് ആ ദേഷ്യം പിടിക്കുന്നത്. അവിടെ നമ്മളുടെ ആക്ഷൻ എന്താണ്, സെയിം രീതിയിൽ തിരിച്ച് ദേഷ്യം പിടിക്കലല്ല. നമ്മൾ മാക്സിമം തിരിച്ചും ദേഷ്യം പിടിച്ചാൽ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കലവിലുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എന്തെങ്കിലും കുറച്ചു നേരം പിന്നെ അടിപിടി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ പകരം എന്ത് ചെയ്യുക, നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് അവരുടെ ഒരു കർമ്മമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം കഴിയുന്നിടത്തോളം ഒരാളെ ഒന്ന് സോഫ്റ്റ് ആവാൻ ശ്രമിക്കുക കുറച്ചു നേരം. കുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ചൂടായിക്കോളൂ, എന്നാലും കുഴപ്പമില്ല, ചൂടാവണം എന്നല്ലട്ടാ പറയുന്നത്. ആരെങ്കിലും ഒരാളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആക്ഷൻ വൈസിൽ നമുക്ക് ഒരു പീസ് കൊണ്ടുവരാൻ പറ്റും. എല്ലാവരും എന്ത് തന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പീസ് ഓഫ് മൈൻഡ് അല്ലെ, സമാധാനം എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
എങ്ങനെ നോക്കിയാലും മനുഷ്യന്മാർക്ക് സമാധാനം തരാൻ പറ്റൂല എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമാധാനം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യന്മാർക്ക് തരാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇപ്പം ചില ഭാര്യമാരൊക്കെ ഉണ്ടാവും, എന്റെ ഭാര്യയല്ല കേട്ടോ, ചില ഭാര്യമാരുണ്ടാവും അങ്ങനെ കുശു 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 എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ അന്ന് 6 മാസം മുന്നേ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടത് അത് കാരണം നമ്മളുടെ സമാധാനം ലൂസ് ആവാന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താ സംഭവം വെച്ചാല് എങ്ങനെ എന്തൊക്കെ സന്തോഷങ്ങളും ബ്ലെസ്സിങ്സും ലൈഫിൽ ഉണ്ടെങ്കിലും നമുക്ക് ലൈഫിൽ ഉള്ള കാര്യങ്ങളോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. മുഷിത നിങ്ങളിങ്ങനെ ആലോചിക്കണ്ടല്ലോ, അത് കറങ്ങി തിരിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ എത്തിയല്ലോ. അപ്പോ എന്താ ഈ 4 കാര്യങ്ങൾ നമ്മളുടെ കർമ്മ റെഡിയാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളുടെ ആക്ഷൻസ് റെഡിയാക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തോട്ട്സും ഇന്റൻഷൻസും വേർഡ്സും അതേപോലെ നമ്മളെ ആക്ഷൻസും ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊരു അതേപോലെ നമ്മളുടെ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കർമ്മ നമ്മളുടെ ജീവിതത്തിൽ ഒഴിവാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? നമുക്ക് ആരോടെങ്കിലും നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം എന്ത് ചെയ്യുക, അവരോട് പോയിട്ട് മാപ്പ് ചോദിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആ ക്ലിയറിങ് നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ക്ലിയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അതിൻ്റെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷയായിട്ടുള്ള ഒരു കർമ്മ വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. മാക്സിമം അത് കുറച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് കർമ്മ എന്ന് പറയുന്ന സംഭവം ടോട്ടലി നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഫോർഗീവ്നെസ് ചോദിക്കാനും അതേപോലെ റിപ്പൻറ്റൻസിന് ദൈവത്തോടും അതേപോലെ ആ ചെയ്തു പോയ മനുഷ്യനോടും മാപ്പ് അപേക്ഷിക്കാനും അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. അതൊന്ന് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കർമ്മയെക്കുറിച്ച് കൂടുതൽ ഡീപ്പറായിട്ട് പോണ സമയത്ത് 3 തരത്തിലുള്ള കർമ്മമാണുള്ളത്. 3 തരത്തിൽ പറഞ്ഞാൽ ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ചില സമയത്ത് വൈഫിനൊക്കെ പോയി ഇങ്ങനെ തോണ്ടിയാൽ അപ്പൊ തന്നെ ഉണ്ടാവും കാലം എവിടെങ്കിലും പോയി ഇടിച്ച്. ഇപ്പം ബെഡിലോ എവിടെങ്കിലും പോയി ഇടിച്ചാൽ പറയും കിട്ടിയില്ലേ തോണ്ടിയതിന് കിട്ടിയില്ലേ. ആ രീതിയിൽ അത് തമാശ രൂപേണ പറയുകയാണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറഞ്ഞ സംഭവം എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും. അടി ആരെങ്കിലും ഒന്ന് ദ്രോഹിച്ചും കൂടെ തിരിഞ്ഞിട്ടേ ഉണ്ടാവും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ചെറിയ മക്കളൊക്കെ വെറുതെ വേദന ആക്കേ അല്ലെങ്കിൽ ചെവി പിടിച്ച് വേദനയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് അപ്പൊ തന്നെ ഉണ്ടാവും പോയിട്ട് ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് വിൽക്കുക എന്തെങ്കിലും സംഭവിക്കുന്നത് കാണാം. മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല വേറെ എന്തെങ്കിലും റിയാക്ഷൻ വരും എന്നുള്ള സംഭവം പറയുന്നത്. രണ്ടാമത്തതാണ് അക്യുമുലേറ്റഡ് കർമ്മ എന്ന് പറയും. എന്താ പറഞ്ഞാല് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാരുണ്ടാവും പല തെറ്റുകളും ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും, പല മനുഷ്യന്മാരെയും ജീവിതത്തിൽ വേദനിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവേ, അടിപൊളിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അടിപൊളി സമ്പത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഉണ്ടല്ലോ ഒറ്റ അടിയാണ് കിട്ടും. ഒരടി എന്ന് പറയുന്നത് വല്ലാത്തൊരു അടിയായിരിക്കും കിട്ടുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞല്ല കേട്ടോ. അടി കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പെട്ടെന്നായിട്ട് മരിച്ചു പോവുക, അല്ലെങ്കിൽ വലിയ ആക്സിഡന്റ് പറ്റുക, അങ്ങനെ പലതും സംഭവിച്ചേക്കാം. നമ്മൾ അങ്ങനെ ചില ആക്സിഡന്റ് പറ്റുന്നതും മരിക്കുന്നതും ഒക്കെ എല്ലാം ഈ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നല്ല കേട്ടോ. അതൊക്കെ ഖദർ ഈസ് ഫ്രം ഗോഡ്, ഡിസിഷൻസ് ഗോഡ് എന്നാണെങ്കിൽ പോലും നമ്മൾ കാരണം അങ്ങനത്തെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെ അടുത്ത നിമിഷം നമ്മൾ 9:05 നമ്മൾ ഉണ്ടോന്നൊരു ഉറപ്പുമില്ല. അപ്പൊ കഴിയുന്നതും ആളുകളോട് പോയിട്ട് ഫോർഗീവ്നെസ് ചോദിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? അവനെന്നെ ഒരു പൊട്ടനായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അവന് ഇങ്ങനെ ഈ വന്ന് മാപ്പൊക്കെ ചോദിക്കുന്നവർ എന്തൊരു മണ്ടനാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ നിൽക്കട്ടെ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മാപ്പ് പറയാൻ ചിലപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഉണ്ടായിക്കോളം ഒരു നിർബന്ധവും ഇല്ല. അതിപ്പോ ഞാനാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും അടുത്ത യൂണിക് ടോക്സിന് അല്ല, അടുത്ത യൂണിക് ടോക്കൺ ആക്കണ്ട, അടുത്ത ദിവസം 6 ജൂലൈ 2025 നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടോന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പ്രത്യേകിച്ച് നമ്മളുടെ പാരൻസിനോടൊക്കെ കേട്ടോ. ഈ കർമ്മ എന്ന് പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ അധിക ആളുകൾക്കും ഈ ഭൂമിയിലുള്ള വെൽത്തിയർ ആയിട്ടുള്ള ആളുകൾ എടുത്തു നോക്കിയാണ്ടല്ലോ, അങ്ങനത്തെ ഒട്ടുമിക്ക
ഞാൻ ഉദ്ദേശിച്ച് മോശമായിട്ടുള്ള രീതിയിൽ പോയല്ല, നേർമാർഗത്തിൽ വെൽത്ത് അക്വയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനത്തെ ആളുകൾ അവരുടെ പാരൻസുമായിട്ട് നല്ല ബന്ധം നിലനിർത്തിയവരായിരുന്നു. മീൻസ് കുറച്ച് കഴിയുമ്പോഴേക്ക് പാരൻസിനെ ടച്ച് പോവുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശുശ്രൂഷയും കാര്യങ്ങളും കൊടുക്കാതിരിക്കുക, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും. ഇപ്പം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇപ്പൊ ഭാര്യയും മക്കളും മാത്രം മതി, പാരൻസ് വേണ്ട എന്നുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ സംഭവിക്കറിയോ? നമ്മൾ പറയാറില്ല, ഒരു മരത്തിലേക്ക് മര്യാദയ്ക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നില്ലെങ്കിൽ, പഴങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ ചില്ലകളിൽ പോയിട്ടല്ല നോക്കുക, അതിന്റെ വേരിലാ നോക്കുക. അതിന്റെ വളമൊക്കെയാണോ മണ്ണൊക്കെയാണോ, ആ രീതിയിൽ ഒരു മരത്തിന്റെ വേര് പോലെ മനുഷ്യന്മാരുടെ വേരാണ് എന്ത്, നമ്മളുടെ പാരൻസ്. അപ്പൊ ആ വേര് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ കടങ്ങൾ വീടി കിട്ടൂല, നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാത്തതിന്റെ കാരണം ചിലപ്പോൾ ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്യാത്തതായിരിക്കാം. അങ്ങനെ ആ ഒരു ഫോർഗീവ്നെസ് കിട്ടാൻ നമ്മളുടെ, കാരണം പറയാം, നമ്മൾ ഇമോഷണലി എൻ്റർലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മളുടെ റൂട്ട്സ് ക്ലിയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ആ മുരടിച്ചു പോകുന്ന മരത്തെ പോലെ തന്നെ നമ്മളുടെ ജീവിതം മുരടിച്ചങ്ങ് പോകും. ഒരു കംഫർട്ട് സോണിൽ അങ്ങ് എത്തിയിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാതെ നമ്മൾ ഇങ്ങനെ കിടക്കും. എന്താ സംഭവം? നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്, നമ്മളുടെ ഹൃദയത്തിലുള്ള കറകൾ കാരണം കൂടിയാണത്. അപ്പം പാരൻസിനോട് മാത്രമല്ല, നമ്മുടെ ക്ലോസർ ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കാം, പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ബന്ധങ്ങളിൽ എന്തെങ്കിലും നമ്മൾ കാരണം, ഇപ്പം കുറെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മൾ കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ പാർട്ടിലുള്ളത് പോയിട്ട്, അല്ലെങ്കിൽ പോയിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതൊന്ന് എഴുതി നോക്കിയെങ്കിലും ചെയ്യാം. ഞാൻ ഇന്ന ആളോട് ഇങ്ങനെ ചെയ്തിരുന്നു, അതിന് ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർഗിവ്നെസ് ജേർണൽ ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക. അങ്ങനെ ആ പേപ്പർ നമ്മൾ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കീറി ഒഴിവാക്കുക. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഉപബോധ മനസ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസ് ആണ്, ഇമേജസ് ആണ്. അപ്പോ ആ ഇമേജസിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്തതും നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്തതുമായിട്ട് തെറ്റുകൾ, ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് ഞാൻ അത് എൻ്റെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരിപ്പം അത് ഇനിയും അവരനാവശ്യമായി നമ്മൾ ഒരുമിച്ച് കാരണമായി അവർ ദേഷ്യപ്പെടേണ്ടി, അല്ലല്ല ദേഷ്യപ്പെടേണ്ടി, ഞാൻ ഉദ്ദേശിച്ച മനുഷ്യന്മാർ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ പൊതുവെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ ദേഷ്യപ്പെട്ടത് അവരുടെ കർമ്മയാണ്. പക്ഷെ നമ്മള് അവര് ആ ഒരു റോങ് ആയിട്ട് ചെയ്തത് അവരുടെ കർമ്മമാണ്. നമ്മൾ ദേഷ്യപ്പെട്ടു പോയി ആ ഒരു നിമിഷത്തിൽ. പക്ഷെ അതിന് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് പറയാം, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു വേണമെങ്കിൽ പറയാം. അതൊരിക്കലും നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ കുറഞ്ഞു പോവല്ലോ, ഇന്നോളൊരു അല്ലെങ്കിൽ ഓനോളോ ഒരു ചെറിയ ആളാക്കി ഒരു കുട്ടിയായിട്ട് കണ്ടാളോ എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ റൂട്ട് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര നത്തിങ്നെസ്സിലേക്ക് പോവുക. അഹങ്കാരം എന്ന് പറഞ്ഞ സംഭവം മനസ്സിന് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്നുള്ള ഒരു ഹോപ്പനൊപ്പോ ഒരു ഫോർഗീവ്നെസ് മെത്തേഡ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഏത് കോൺഷ്യസ്നെസ്സിനോടാ, മണി കോൺഷ്യസ്നെസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് കോൺഷ്യസ്നെസ് ആയിരിക്കാം, ഫാമിലി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനായിരിക്കാം, അവരെ പേര് എഴുതിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഐ ആം സോറി പ്ലീസ് ഫോർ ടു മൈ മണി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ടു മൈ റിലേഷൻഷിപ്പ് കോൺഷ്യസ്നെസ്, ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഫോർഗീവ്നെസ് ജേർണൽ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഉള്ളിലുള്ള ആ ക്ലട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ. നമ്മളുടെ മൈൻഡിൽ അത് അത്രയും ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ചില വേദനകളൊക്കെ. അപ്പൊ അത് നമ്മൾ എത്രത്തോളം പ്രാവശ്യം നമ്മളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് ഡെപ്തിലേക്ക് നമുക്ക് കൂടുതൽ ഗ്രോത്ത് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ
ഈ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ വേദഗ്രന്ഥങ്ങൾ പ്രകാരം പറയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഖുറാനിലെ സൂറ 99-ാമത്തെ സൂറത്തില് സൽസല എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തില് 8-ാമത്തെ 9-ാമത്തെ ആയത്തുണ്ട്. ഫമൻ യൗമൽ മിസ്കാല സറത്തിൻ ഹൈറൻ യറ വമൻ യൗമൽ മിസ്കാല സറത്തിൻ ഷർറൻ യറ. അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, അപ്പോൾ ആർ ഒരു അണുവിന്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും. അതേപോലെ ആർ ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവനും അത് കാണും. ദാറ്റ് മീൻസ് ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നന്മ ചെയ്തവർക്ക്, നന്മ മീൻസ് ഗുഡ് ഡീഡ്സ് എന്ന് പറയല്ലോ, ആ നന്മ ചെയ്തവർക്ക് നന്മ തിരിച്ചു കിട്ടും. അത് എന്താണ് കർമ്മയിൽ നിന്ന് വ്യത്യാസം വരുന്ന എവിടെ അറിയോ? കർമ്മ, ലോ ഓഫ് കർമ്മയിൽ പറയുന്നത് ഇവിടുന്ന് നല്ലത് ചെയ്താൽ ഇവിടുന്ന് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ഗ്യാരണ്ടിയാണ് കർമ്മയിൽ പറയുന്നത്. പക്ഷെ ഹിഫാറയിൽ പറയുന്നത് എന്താണ്? ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കില്ല തിരിച്ചു കിട്ടുക, ആഫ്റ്റർ ലൈഫിലായിരിക്കും തിരിച്ചു കിട്ടുക എന്നുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമാണുള്ളത്. പക്ഷെ ചെറിയതാണെങ്കിൽ പോലും അതൊരു വലിയ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അവരോട് നല്ല രീതിയിൽ പെരുമാറി പക്ഷെ അവരെന്നോട് എന്നെ ചതിച്ചു പോയി അല്ലെങ്കിൽ വഞ്ചിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താ സംഭവം? അത് നമ്മൾക്ക് ഇവിടെ ആയിരിക്കില്ല ചിലപ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. ഖദർ എന്ന് പറയുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും നമുക്ക് എന്തായിട്ട് പരീക്ഷണങ്ങളായിട്ട് ചില സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പം ആക്സിഡന്റ് ആയേക്കാം, ചിലപ്പം ലൈഫിൽ അഫെയറിൽ എന്തെങ്കിലും ഡിവോഴ്സോ പ്രശ്നങ്ങളോ പല രീതിയിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം. അത് നമ്മൾ ചെയ്ത മോശം കൊണ്ട് മാത്രം ആയിക്കോളണമെന്നില്ല, നമ്മളെ പരീക്ഷിക്കായിരിക്കാം. എങ്ങനെ നല്ല രീതിയിൽ പോണ സമയത്തും നന്ദി കാണിക്കുന്നുണ്ടോ, മോശമായിട്ടുള്ള പോണ സമയത്തും ഉള്ളതിന് ആ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചെക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ അടുത്തൊരു ഇതാണ് ഫുസ്സിലാത്ത് എന്ന് പറഞ്ഞ സൂറത്തിലുണ്ട് 46-ാമത്തെ ആയത്ത്. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സിഹി വമൻ അസാ ഫഅലൈഹ വമാ റബ്ബുക ബിളല്ലമിൻ ലിൽ അബീദ് എന്ന് പറഞ്ഞിട്ട്, വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാകുന്നു, വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് തന്നെ. നിന്റെ രക്ഷിതാവ് തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനേ അല്ല. ദാറ്റ് മീൻസ് ഒരു രീതിയിലും അനീതി കാണിക്കൂല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ്, നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഹിയർ ഓർ ഹിയർ ആഫ്റ്റർ എന്തായാലും കിട്ടും. അവിടെ എന്ത് ശ്രദ്ധിക്കണം? നമ്മളുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതാണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട്. പിന്നെയുള്ള ഒരു ഇതാണ് പറയുന്നത് ഖുറാനിലെ 4-ാമത്തെ ആയത്തില്, 4-ാമത്തെ സൂറത്തിൽ 16-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മാറിപ്പോയി, 15-ാമത്തെ ആയിപ്പോയി. ശരിയായി 16. യെസ്, ഇതിൽ എന്താ പറഞ്ഞറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ നീചവൃത്തി ചെയ്യുന്ന 2 പേരെയും നിങ്ങൾ പീഡിപ്പിക്കുക. എന്നാൽ അവർ ഇരുവരും പശ്ചാത്തപിക്കുകയും നടപടി നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരെ വിട്ടേക്കുക. തീർച്ചയായും ദൈവം പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇത് പറയാൻ കാരണം നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിപ്പം ഈ ആയത്തുകൾ ഞാൻ വേദഗ്രന്ഥങ്ങൾ പ്രകാരം തന്നെ വായിക്കാനുള്ള കാരണം എന്താ അറിയോ? നമ്മളുടെ ഉള്ളിലുള്ള തോട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു വരും. അല്ലെ, ചില സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ അന്ന് ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം എന്നൊക്കെ ചില സമയത്ത് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു തോട്ടും കൂടി മൈൻഡിൽ വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ തീരുമാനങ്ങളെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അത് അതുകൊണ്ടായിരിക്കും, ഇത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ ഇത് സംഭവിച്ചത്. ആ ദൈവത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാതിരിക്കണം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്
ദാറ്റ് മീൻസ് നമ്മൾ മോശമായിട്ട് പ്രവർത്തിക്കണം എന്നൊന്നും അല്ല കേട്ടോ അതിന്റെ അർത്ഥം. എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, 4 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളുടെ തോട്ടുകൾ, ചിന്തകൾ നന്നാക്കുക, ഉദ്ദേശം നന്നാക്കുക, പറയുന്ന വാക്കുകൾ നന്നാക്കുക, അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. അതാണ് ഈ ന്യൂട്ടൺസ് 3rd ലോയും കർമ്മയും അതേപോലെ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയും, കർമ്മ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നോർമലി നമ്മളെ കേൾക്കുന്ന കർമ്മയിൽ നിന്ന് ചെറിയ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കുറിച്ച് ഇന്ന് ടോപ്പിക് എടുത്തത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ഇന്ന് ഒരു വലിയൊരു ടോപ്പ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഒന്നല്ല, പക്ഷേ ഒരു അവയർനെസ്, ഈ ഒരു ചിന്ത മനുഷ്യന്മാരുടെ ഉള്ളിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മൾക്ക് ഇപ്പം ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന മേഖലകൾ എന്തൊക്കെയാ വെച്ചാല് കഴിയുന്നിടത്തോളം മറ്റുള്ള മനുഷ്യന്മാരെ ഒരു കണ്ടീഷൻസും ഇല്ലാതെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അതെന്തായാലും തിരിച്ചു വരുമല്ലോ, ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുമല്ലോ. അതേപോലെ നമ്മുടെ ശരീരം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, ഡെയിലി കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ മറ്റുള്ളവർക്ക് നല്ല ബഹുമാനം, നമ്മൾ കാര്യം കാണാനുള്ള ബഹുമാനമല്ല, നമ്മൾ ഉള്ളറിഞ്ഞ് ബഹുമാനിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് പ്രാക്ടീസ് ആക്കി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ബഹുമാനം തിരിച്ചു കിട്ടും. അത് വെച്ചാൽ ഇവിടെയും കിട്ടിയേക്കാം അവിടെയും കിട്ടിയേക്കാം. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എന്ത് തന്നെ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു ഓരോ നിമിഷത്തിലും, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലൈഫിൽ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മനുഷ്യന്മാരോട് മാത്രമല്ല, മറ്റുള്ള ജീവജാലങ്ങളോടും യൂണിവേഴ്സൽ ലോ പ്രാക്ടീസ് ചെയ്യാന്ന് പറയാറുണ്ട്. അപ്പം മറ്റുള്ള ഇപ്പം ഒരു എറുമ്പ് നടന്നു പോവുകയാണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് അതിനെ ചവിട്ടി ഞെരിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു മാറി നടക്കാം. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് പോലെ തന്നെ ആ ജീവജാലത്തിന്റെ ഉള്ളിലും ഒരു ആത്മാവുണ്ട്. അപ്പൊ അത് മൈൻഡിൽ വെക്കുക. ആ ആത്മാവിനെ നമ്മൾ കാരണം ഒരു ആത്മാവിനെ വേദനിപ്പിക്കാത്ത, അതിന്റെ അർത്ഥം റൂമിൽ ഒന്നായിട്ട് മറ്റേ സ്പൈഡർ മണ്ണാച്ചൻ എന്താ പറയുക ചെലന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്നായിട്ട് പോറ്റണം എന്നല്ലട്ടാ പറയുന്നത്. ഇനി മൊത്തമായിട്ട് ചെലന്തി വല നിറഞ്ഞിട്ട് അന്ന് മറ്റേ ക്ലാസ്സിൽ കയറി പറഞ്ഞിരിക്കുന്നത് ഒരു ജീവിനെയും കൊല്ലരുത് എന്ന്. പാമ്പൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പം ആയി പാമ്പേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിന് പകരം ഒന്ന് അത് ഈ കോമൺ സെൻസും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആയിക്കോട്ടെ, ഏതായാലും തമാശ പറഞ്ഞാണ്. ഏതായാലും താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫോൺ ചെയ്യട്ടോ, പറയാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അറിയാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. എനിത്തിങ്? ആർക്കും ഒന്നും പറയാനില്ല? ആ, 3rd ടൈപ്പ് ഓഫ് കർമ്മ പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അതാണ് ആഫ്റ്റർ ലൈഫ് കർമ്മ. ആഫ്റ്റർ ലൈഫ് കർമ്മ കേട്ടോ. നമ്മൾ നരകം സ്വർഗം എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ ചെയ്തിട്ടുള്ള അത് അവിടെ കിട്ടുന്നതിനാണ്, അവിടെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതിനാണ് എന്താ പറയാ 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഞാൻ 3ാമത്തതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റന്റ് കർമ്മ. സോറി, ഞാൻ എന്ത് പറഞ്ഞ? ഇല്ല, ഞാൻ പറഞ്ഞത് ഇൻസ്റ്റന്റ് കർമ്മ ഉണ്ട്, അക്യുമുലേറ്റഡ് കർമ്മ ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇൻസ്റ്റന്റ് കർമ്മ ഉണ്ട്, അക്യുമുലേറ്റഡ് കർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം പെട്ടെന്ന് തന്നെ മാപ്പ് അപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോളി. അത് തിരിച്ചടി കിട്ടുന്നതിന്റെ മുന്നേ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് അവിടെ ഇതിന്റെ അർത്ഥം കേട്ടോ. അതേപോലെ നമ്മളെ ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുത്താൽ നമ്മൾ എന്തിനാ അത് മനസ്സിൽ കൊണ്ടുവരുന്നോട്ട് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മളുടെ മനസ്സിന് വേദനിപ്പിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഫോർഗിവ്നെസ് ജേർണലിലെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ ടോപ്പിക്കിലേക്ക്? എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ? ഫാത്തിമത്ത് സുഹറ? ഫീഡ്ബാക്ക് പറ്റുന്ന അറിയിട്ടോ. 30 ആളുകൾ ലൈവായി ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോ കഴിയുന്നേരം നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത് അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളത്? ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ?
അതെ അതെ അതെ. ഇതിൽ ഫാത്തിമത്ത് സൂറ നിങ്ങൾ നേരത്തെ വീഡിയോ മോഡിലൊക്കെ വന്നിരുന്നല്ലോ, എന്താണ് ഈ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓരോരുത്തരെ വിളിക്കണമെങ്കിൽ ഓരോരുത്തരെ വിളിക്കാൻ അറിയുമ്പോഴും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. മുനവ്വറ എന്തെങ്കിലും പറയാണ്ടോ? താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ സെഷൻ. താങ്ക് യു. സത്യൻ സാർ. ഒന്നുമില്ല സാറേ, ഇത് പറഞ്ഞത് തന്നെയുള്ളൂ, കൂടുതലൊന്നും ഡൗട്ടൊന്നും കാണുന്നില്ല. മുനവ്വറ അടിപൊളി ക്ലാസ് ആയിരുന്നു. സോ മച്ച്. വേറെ ആർക്കെങ്കിലും? ജംഷീന, മുഹമ്മദ് ഫാസിൽ, ബഹ്ജ, ബത്തൂൽ, വെറൈറ്റി പേരാണല്ലോ. അസില, മുർഷിദ, മിസ് ഞങ്ങൾക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ടോ? അസ്സലാമലൈക്കും. ഇസ്ലാം. പ്രത്യേകിച്ച് ആഡ് ചെയ്യാൻ നമ്മളെ ക്ലാസ് പിന്നെ എന്ത് ടോപ്പിക്കിൽ തുടങ്ങിയാലും അത് ഗ്രാറ്റിറ്റ്യൂഡിൽ എത്തലുണ്ട്. സ്റ്റാർട്ടിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് ആവും, കാര്യങ്ങൾ വിഷയം അത് അവതരിപ്പിക്കുകയും ചെയ്യും. ലാസ്റ്റ് അത് ഗ്രാറ്റിറ്റ്യൂഡിൽ എത്തലും ഉണ്ട്. അതേപോലെ തന്നെ ഇന്നും ഗ്രാറ്റിറ്റ്യൂഡിൽ എത്തി. നമ്മളെപ്പോഴും നന്ദിയുള്ള ആ ഒരു അടിമ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വരുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് എന്നുള്ളതല്ല പറയണത്. നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. ബാക്കി നമുക്കിപ്പോ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റൂലല്ലോ. അത്ര തന്നെ. താങ്ക് യു മുർഷിദ. താങ്ക് യു സോ മച്ച്. അസില, ഇത് നമ്മളുടെ ഫസ്റ്റ് 3.0 വന്ന അസിലാണോ അത്? അതെ സാറേ. ആ ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ പറയും. നമ്മളെ സ്വന്തം ആളല്ലേ നിങ്ങൾ. നിങ്ങൾ അന്ന് സ്റ്റേജിൽ കയറി ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിരുന്നല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു. എന്തെങ്കിലും കണക്റ്റ് ആയോ? എന്തെങ്കിലും ചിന്തയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്നോ? ഞാൻ ക്ലാസ്സിന്റെ എനിക്ക് ഒന്നാമത് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. ടൈം കിട്ടണ അനുസരിച്ചാണ് ഞാൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അന്നത്തെ അതെ ക്ലാസ്സുകളല്ലേ? അതെ അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് ഓൺലൈൻ സെക്ഷൻസ് ഒക്കെ കുറച്ച് ഡിലേ ആവാറുണ്ട്. പക്ഷെ ടൈം ഫ്രീ ആവുന്ന ടൈമിലാണ് കേട്ട് തീർക്കുന്നത്. നല്ല ക്ലാസ്സുകളാണ്. ഒരുപാട് നമുക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഏതായാലും ആ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റട്ടെ. അതില് അതെ ഇൻഷാല്ലാ. ഡെയിലി ഹാബിറ്റ് ആക്കി മാറ്റാൻ പറ്റട്ടെ. അതെ. പിന്നെ മർവ കാസർഗോഡ്, നിദാഷറിൻ, ഹർഷിത, റിഷാദ്, ഫർസാന, ബർഹാൻ ഭായ്, ഡോക്ടർ ബർഹാൻ, മുഫീദ്. ഇത് മുഫീദ് നമ്മളെ ബ്രദറാണോ? അത് മുഫീദ് മോൻ മുർഷിദന്റെ മിസ്സിന്റെ ബ്രദറാണോ? ഫർസാന അത് നമ്മളെ റിഫൈനിലെ ഫർസാന ആണോ? റിഫൈനിലെ ബെസ്റ്റ് സ്പീക്കർ. ഹർഷിത, സഫ്വാന, ദേവകൃഷ്ണ, മൈമു അല്ലല്ലേ? ഓക്കെ. മൊയ്തീൻ കുട്ടി സാർ, മുനവ്വറ, ഫാസിൽ, സുഹറ, ഹജ്ജ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടേ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ കർമ്മ എന്ന് പറയുന്ന വാക്ക് എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച വാക്കാണ്. അതുകൊണ്ടാണ്. മുഫീദ് നിങ്ങൾ എന്തോ പറയാൻ വരുന്നുണ്ടോ? നമ്മള് മുഫീദ് ഭായ് ഡ്യൂട്ടിയിലാണോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചു കേട്ടോ. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മറവ. അങ്ങനെയാണ് നമ്മൾ വൈറ്റ് ചെയ്യല്ലേ? വേറെ ഒന്നുമില്ലല്ലോ ആഡ് ചെയ്യാനില്ലല്ലോ? എന്നാ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇത് മുർഷിദ ക്ലോസ് ചെയ്യട്ടെ.